റൂട്ട് കനാൽ ചെയ്യപ്പെട്ട പല്ലിന് പിന്നെയും കേടുവരുമോ? ഇതാണ് പലപ്പോഴും ഇവിടെ പേഷ്യൻസ് ചോദിക്കാറ്. ഇതിനെ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി രണ്ട് പ്രക്രിയ. ഒന്ന്, റൂട്ട് കനാൽ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കലായിട്ട് പല്ലിന്റെ ഉള്ളില് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ പല്ലിന്റെ നെർവ് എടുത്ത് അല്ലെങ്കിൽ ഡാമേജ് കളഞ്ഞ് റൂട്ടിലേക്ക് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കേട് എന്ന് പറയുന്നത് സ്വന്തം വായിലുള്ള ബാക്ടീരിയ കീടാണുക്കൾ കൊണ്ടുണ്ടാവുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. സോ സ്വന്തം പല്ലിന്റെ ബാക്കിയുള്ള ഏരിയയിൽ കേട് വരാം. അതിന്റെ അർത്ഥം റൂട്ട് കനാൽ ചെയ്ത പല്ലിൽ ഫ്യൂച്ചർ കേട് വരാതിരിക്കാനുള്ള പ്രൊസീജിയർ അല്ല, ഇപ്പോൾ ഉള്ള പ്രശ്നത്തിനുള്ള പരിഹാരം. അതായത് വേദന, നീര്, പല്ലിന്റെ കേട്, ഡാമേജ് അത് മാറ്റാൻ മാത്രമാണ് റൂട്ട് കനാൽ സഹായിക്കുക. പിന്നെ കേട് വരാതിരിക്കൽ ബേസിക്കലി പേഷ്യന്റ് മെയിൻ്റനൻസും പേഷ്യന്റിന്റെ പ്രവണതയും അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സോ റൂട്ട് കനാൽ ചെയ്ത പല്ല് ഇനി ഫ്യൂച്ചറിൽ കേട് വരില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു 18-20 വയസ്സ് കഴിയുമ്പോൾ എല്ലാ പല്ലും റൂട്ട് കനാൽ ചെയ്ത് വെച്ചാൽ പോരെ. അത് നടക്കില്ല. അതായത് പേഷ്യന്റ് ആണ് ചെക്കപ്പ് ചെയ്ത് ഫർദർ പേഷ്യന്റ് ബാക്കിയുള്ള പല്ല് കേട് വരുന്ന പോലെ റൂട്ട് കനാൽ ചെയ്ത പല്ലിന് കേട് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ റൂട്ട് കനാൽ എന്ന് പറയുന്ന പ്രോസസ് മുഖാന്തരം നമ്മുടെ കേട് വരാനുള്ള ടെൻഡൻസി ഇല്ലാതെ ആവണില്ല. സോ റൂട്ട് കനാൽ ചെയ്യണമെന്ന് നമുക്ക് പല്ലിന് ലോങ്ങർ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ദാറ്റ് ഡസന്റ് ഇംപ്ലൈ ആ പല്ലിന്റെ ആയുസിനെ നീട്ടാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കേട് വരാതെ ഇനി ഒരു ഡാമേജും വരാതെയുള്ള പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. ഇത് യൂഷ്വലി പേഷ്യന്റ് ഇവിടെ വരുമ്പോൾ ഇന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഡാമേജ് വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് പ്രിവെൻഷൻ മൊഡാലിറ്റീസ് വേണം അതിന് കൂടുതൽ കൊടുക്കുന്നത്.